മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ പുതിയ റെക്കോർഡിലേക്ക് നിഫ്റ്റി നീങ്ങിയേക്കും എന്നും പലരും കരുതുന്നു. അതിന് പല കാരണങ്ങൾ പറയുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുതൽ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവറിന്റെ ഇന്ത്യൻ സന്ദർശനം വരെ ഇതിന് കാരണമായിട്ടുണ്ട്. എന്തായാലും വിപണികളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. എങ്ങനെ വിലയിരുത്തുന്നു? പ്രൈം മിനിസ്റ്റർ സ്പീച്ച് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരു റിക്കവറി 7800 നിഫ്റ്റിയുടെ മൂവിനുള്ള ഒരു പ്രധാന റീസൺ പ്രൈം മിനിസ്റ്റർ ഈ സ്പീച്ച് തന്നെയായിരുന്നു. അപ്പോൾ അത് വളരെ പോസിറ്റീവാണ്. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് പുതിയ മാർക്ക് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിൽക്കുന്നു. സ്റ്റാൻഡേർഡ് ആൻഡ് പൂവറിന്റെ ഇന്ത്യ സന്ദർശനം, അത് അവർ ധനമന്ത്രിയെ കണ്ടു. ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് ഉയർത്തിയേക്കും എന്നുള്ള പ്രതീക്ഷ പെട്ടെന്ന് വരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് S&P തന്നെ നമ്മുടെ റേറ്റിംഗ് കുറയ്ക്കും. ഇപ്പോൾ തന്നെ താഴെ കിടക്കുന്ന ഒരു റേറ്റിംഗ്, അത് വീണ്ടും ജങ്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ ആ രീതിയിൽ വന്നിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം മെച്ചപ്പെട്ടു. ഒരുപക്ഷെ റേറ്റിംഗ് ഈ മാസം അവസാനമോ അടുത്ത മാസം തുടക്കത്തിലോ റേറ്റിംഗ് ഉയർത്തിയേക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ വിപണിക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ക്രൂഡ് വിലയിൽ വന്ന വലിയ ഇടിവാണ്. $115 കഴിഞ്ഞ മാസം നിന്നിരുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില $103-102 ഇപ്പോൾ ആ ലെവലിലേക്ക് വന്നു. നൈമെക്സ് ക്രൂഡും $100 താഴെ $97 എത്തി. നാണ്യപ്പെരുപ്പം, ഉപഭോക്തൃ സൂചിക അനുസരിച്ചുള്ള നാണ്യപ്പെരുപ്പം ഉയർന്നും മൊത്തവില സൂചിക അനുസരിച്ചുള്ള നാണ്യപ്പെരുപ്പം കുറയുകയും ചെയ്തിരിക്കുന്നു. പൊതുവെ ഇതെല്ലാം കൂടി ഏത് ദിശയിലേക്കാണ് വിപണിയെ നയിക്കുക? ടോട്ടൽ മാർക്കറ്റിന്റെ ഇക്കണോമിക് സിറ്റുവേഷനിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചു. ഇപ്പോൾ S&P വിസിറ്റ്, പ്രൈം മിനിസ്റ്റർ ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള വിസിറ്റ്, അതൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണണം. കാരണം ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ടോട്ടൽ ചേഞ്ച് വന്നു. പോളിസി ഡിസിഷൻസ് നമുക്കറിയാം എടുക്കാനുള്ള കേപ്പബിലിറ്റി ഗവൺമെന്റിനുണ്ട്. അതുപോലെ ഇക്കണോമിക് ഡാറ്റകൾ വളരെ ബെറ്ററായി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഏജൻസി റേറ്റിംഗ് ഉയർത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് തന്നെയാണ് മാർക്കറ്റിനെ ഇപ്പോഴത്തെ ഈ 7800 എന്ന് പറയുന്ന മാർക്കിലേക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യിച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മാർക്കറ്റിന്റെ മൊമെന്റം വളരെ പോസിറ്റീവാണ്. പല സ്റ്റോക്കുകൾ, ഇപ്പം നമ്മൾ നിഫ്റ്റിയുടെ മൂവ്മെന്റ് പലപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോഴും സ്റ്റോക്കിൽ പല ബാങ്കിങ് സ്റ്റോക്കൊക്കെ തന്നെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്ക് എടുത്താലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടും അപ്പോൾ അതിൻ്റെ ഒരു റീസൺ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ, അസറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഇന്നും മാർക്കറ്റിനെ ഹോണ്ട് ചെയ്യുന്നു. എസ്പെഷ്യലി ഇൻ ബാങ്കിങ് സെക്ടർ അസറ്റ് ക്വാളിറ്റിയെക്കുറിച്ചുള്ള ചില നെഗറ്റീവ് ന്യൂസാണ് സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു വാല്യൂ ബൈയിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ബാങ്കിങ് സെക്ടർ, ഇപ്പോൾ എല്ലാവർക്കും ബാങ്കിങ് എന്നുള്ള പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണണം. ബാങ്കിങ് സെക്ടർ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഈ സെക്ടറൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ L&T ആണെങ്കിലൊക്കെ തന്നെ ഒരു ബൈയിങ് ലെവലിലാണ്. ഇപ്പോൾ നമുക്കറിയാം വലിയൊരു റൈഡിന് ശേഷം ഇന്ന് 7800 നിഫ്റ്റി നിൽക്കുമ്പോൾ L&T, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, അങ്ങനെ ICICI ബാങ്ക്, യെസ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് 5 to 6% ഡൗണിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ വാല്യൂ ബൈയിങ് ലെവലിലാണ് ഈ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റിയുടെ മൂവ്മെന്റിലുപരി സ്റ്റോക്കിന്റെ മൂവ്മെന്റ് സ്റ്റഡി ചെയ്യുക. വാല്യൂ ബൈയിങ്, ഫെഡറൽ ബാങ്ക് വളരെ നല്ല ബൈയിങ് റേഞ്ചിൽ മൂവ് ചെയ്യുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T, അങ്ങനെ ഒട്ടനവധി, മാരുതി, അങ്ങനെ ഒട്ടനവധി സ്റ്റോക്കുകൾ, ബ്രിട്ടാനിയ പോലെ, അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്സ്, വളരെ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞാൽ S&P റേറ്റിംഗ് ഉയർത്തുകയും പ്രൈം മിനിസ്റ്റർ എഫക്റ്റീവായ ചില മെഷേഴ്സ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ച് നിഫ്റ്റിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നിഫ്റ്റിയിലുള്ള 50 ഓഹരികളിൽ, പ്രധാനപ്പെട്ട ഓഹരികൾ, വെയിറ്റേജ് ഉള്ള ഓഹരികൾക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മുന്നേറ്റമാണ് കണ്ടത്. അതിനെ ന്യായീകരിക്കുകയും ചെയ്യാം. കാരണം ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള ഇത്തരം ഈ ബ്ലൂ ചിപ്പ് കമ്പനികളിലെല്ലാം വളരെ മികച്ച പ്രവർത്തന ഫലമാണ് പൊതുവെ കാഴ്ചവെച്ചത്. തിരിച്ച് മിഡ് ക്യാപ്പ് ഓഹരികൾ വളരെയധികം താഴേക്ക് പോയി കഴിഞ്ഞ ആഴ്ച, പ്രത്യേകിച്ചും ചില റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അടക്കമുള്ളവ. അതും സ്വാഭാവികമാണ്, അതിനും ന്യായമുണ്ട്. കാരണം റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മിഡ് ക്യാപ്പ് ഓഹരികളുടെ ആ കമ്പനികളുടെ പ്രവർത്തന ഫലം പൊതുവെ മോശമായിരുന്നു എന്ന് അത് അങ്ങനെ നമുക്ക് വിലയിരുത്താം. മറ്റൊരു കാര്യം, കേരളത്തിൽ നിന്നുള്ള വണ്ടറാവുന്നു. അപ്പോൾ ഏകദേശം 150 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഏകദേശം 300 രൂപയ്ക്ക് അടുത്തേക്ക് വരുന്നു. നമ്മൾ മാർക്കറ്റ് വാച്ചിൽ പലതവണ പറയുന്ന ഒരു ഓഹരിയാണ്. ഇപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം,
ഈ ഓഹരി ഇത്രയും മുന്നേറി, അപ്പോൾ ഇനി ഇത് വാങ്ങണോ, ഇത് പണ്ട് 150 രൂപ കിടന്ന, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വി-ഗാർഡിന്റെ കാര്യത്തിൽ മുമ്പ് വന്നിരുന്നു. ഇതേ ഗ്രൂപ്പിന്റെ ഓഹരിയാണ്, ശ്രദ്ധിച്ചിരുന്നോ? ഇനി എന്താണ് ഈ ഓഹരി? വി-ഗാർഡ് നമ്മൾ ഇഷ്യൂവിന് ശേഷം അത് വീണ്ടും ഇഷ്യൂ 70 വന്നു. ദെൻ വീണ്ടും 49 ലെവൽ വരെ അത് മാർക്കറ്റിൽ വലിയ ക്രാഷ് സംഭവിച്ചു പോയി. ദെൻ അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പലരും 80, 100, 150, 200, 250, 300 ഒക്കെ വന്നപ്പോൾ ഇത് ഹയർ വാല്യൂ ആണ്, ഇനി എൻട്രി ചെയ്യേണ്ട എന്നുള്ളൊരു ഡിസിഷൻ വന്നിരുന്നു. ദെൻ നമുക്കറിയാം അതൊരു വൺ സൈഡ് റാലി തന്നെയാണ് സ്റ്റോക്കിൽ സംഭവിച്ചു. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, വളരെ ക്ലാരിറ്റി ഉള്ള മാനേജ്മെന്റ്. ആ മാനേജ്മെന്റിൽ നിന്ന് തന്നെയാണ് വണ്ടർല വരുന്നത്. അപ്പോൾ വീണ്ടും ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ 215, 220 ലെവലായിരുന്നു. ഇന്ന് 300 അടുത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ചെറിയ കറക്ഷൻസ് മാർക്കറ്റിൽ സംഭവിക്കാം, ഈ സ്റ്റോക്കിൽ സംഭവിക്കാം. പക്ഷേ ഇതൊക്കെ ലോങ് ടൈം വളരെയധികം സ്പേസ്, എനിക്ക് തോന്നുന്നു ഒരു 500 ലെവലിലേക്ക് ഓവർ എ പീരിയഡ് ഓഫ് 1 ഇയർ പോകാനുള്ള സ്ട്രെങ്ത് വണ്ടർലയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ഓരോ കറക്ഷൻ, ഇപ്പോൾ ഈ സ്റ്റോക്കിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില കറക്ഷൻ, കാരണം ഒരു റൈഡ് സംഭവിച്ചാൽ ചെറിയ കറക്ഷൻ വരാം, പക്ഷെ അതൊരു ഹെൽത്തി കറക്ഷൻ ആയിട്ട് നമ്മൾ കാണുക. ആ ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് വണ്ടർലയെ സംബന്ധിച്ച് ലോങ് ടൈം ബെറ്റ് തന്നെയാണ്. അത് വി-ഗാർഡ് നമുക്കറിയാം 49 നിന്ന് 800 മൂവ് ചെയ്തത് ഒരു 1.5 വർഷം കൊണ്ട് വന്നിരിക്കുന്ന വലിയൊരു റൈഡാണ്. അത് തന്നെയാണ് വണ്ടർലയും സംഭവിക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് ക്ലാരിറ്റി ഉണ്ട്, വളരെ 25 crore പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ, എനിക്ക് ആക്റ്റീവായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്കിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ റിസൾട്ട് സ്റ്റഡി ചെയ്ത് FISന്റെ ഒരു റഡാറിൽ ഈ സ്റ്റോക്ക് പെടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെയധികം സ്പേസ് ഈ സ്റ്റോക്കിനുണ്ട് ഫർദർ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് തോന്നുന്നത്, സാധാരണഗതിയിൽ ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സ് വളരെ മികച്ച ഒരു കമ്പനിയാണ്, ബ്ലൂ ചിപ്പ്. 20% അഷ്വേർഡാണ്, 20% ലാഭം ആ കമ്പനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ വണ്ടർലയെ സംബന്ധിച്ച് ഇപ്പോൾ കാണുന്നത് 65 കോടി രൂപയുടെ പ്രവർത്തന ഫലം വന്ന വരുമാനം 3 മാസം കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ അകത്ത് ഏകദേശം 25%, 40% പ്രോഫിറ്റ് മാർജിൻ വന്നു. അപ്പോൾ അത്തരത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി, പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ കമ്പനികൾ, അത്തരം സാധ്യതകൾ, ഇപ്പോൾ PVR സിനിമാസ്, ഇത്തരം ചില ന്യൂ ജനറേഷൻ കമ്പനികൾ ഇത്തരം ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും വേറെ രീതിയിൽ നോക്കിയാൽ ഇത്തരം ട്രെൻഡ് അപകടകരമാണോ? ഇല്ല, ഒരിക്കലും ഇതൊരു അപകടകരമല്ല. കാരണം അതിൻ്റെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ നമ്മൾക്കറിയാം അപകടം എവിടെയാണ്. അതർ ഇൻകം ഉണ്ടോ, മാനേജ്മെന്റ് ക്ലാരിറ്റി ഇല്ല, ഇതാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. ഇപ്പം വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെന്റാണ്, വളരെ നല്ല ബിസിനസ് മോഡലാണ്, ഓരോ ക്വാർട്ടറും വ്യക്തമായിട്ടുള്ള പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യുന്നു. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യം അതിൻ്റെ മാനേജ്മെന്റ്, അവരുടെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഫൈനാൻഷ്യൽസ്, then അതിൻ്റെ വാല്യുവേഷൻ. അപ്പോൾ ഇപ്പോഴും വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് പോയിരുന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. എന്തിനു വേണ്ടിയാണ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി? പബ്ലിക്കിനും ആ ഒരു ബിസിനസ്സിൽ പാർട്ടാകുക എന്നുള്ളതാണ്. പക്ഷെ ആ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കോമൺ പബ്ലിക് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിട്ടോ അതിൽ ഇതൊരു ശരിയായ ഒരു ബിസിനസ് അല്ല, അങ്ങനെ ഒരു ആംഗിളിലാണ് കോമൺ പബ്ലിക് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നത്. അല്ലെങ്കിൽ ആ കമ്പനിയുടെ വളർച്ചയിൽ നമ്മളും പങ്കാളികളാവും. അതെ, സ്റ്റോക്ക് ബ്രോക്കിംഗ് ഹൗസസ് പോലെ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല കമ്പനികളുടെ പാർട്ടാകാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കുക. നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾക്കിപ്പോൾ ചിറ്റിലപ്പള്ളിയുടെ പാർട്ണർ ആകണോ, മുകേഷ് അംബാനിയുടെ ആകണമോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർട്ണർ ആകണമോ, ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നൽകുന്നത്. ഏത് പ്രൊമോട്ടർ വേണം, ഏത് വാല്യുവേഷനിൽ സ്റ്റോക്ക് നമുക്ക് ബൈ ചെയ്യണം, ഏത് സമയത്ത് ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം, ഇത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഒരിക്കലും മുകേഷ് അംബാനിക്കോ ചിറ്റിലപ്പള്ളിക്കോ ഈ ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാൻ സാധിക്കില്ല. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് 215 ഈ സ്റ്റോക്ക് മേടിച്ചു, 500 വന്നാൽ എക്സിറ്റ് ചെയ്ത് മാറി അടുത്ത ബിസിനസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഓരോ ഇൻവെസ്റ്ററും മനസ്സിലാകേണ്ടത്. പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് മിസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് മേടിച്ച് വെക്കുക, അതിൻ്റെ പാർട്ടായി മാറുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടൊരു കോമൺ പബ്ലിക് എന്താണ് ഉദ്ദേശിക്കേണ്ടത്, അത് ഈ കമ്പനികളുടെ പാർട്ടാകാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റ് ഉപയോഗിക്കുക. ഏതായാലും താങ്കളുടെ ഫേവറേറ്റ് ആയ ടാറ്റ മോട്ടോഴ്സ്, ഒപ്പം തന്നെ ടേൺ അറൗണ്ട് ആയിട്ടുള്ള ചില കഥകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ചും MCX. അതുപോലെ ഇനി താഴെ പോയി ഇനി ടേൺ അറൗണ്ട് ആകുമോ എന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു കമ്പനി ഭൂഷൺ സ്റ്റീൽ. ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂഷൺ സ്റ്റീൽ, അത് സിൻഡിക്കേറ്റ് ബാങ്ക് വായ്പ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ CMD SK സിൻഹ അദ്ദേഹം പണം ഭൂഷൺ സ്റ്റീലിൻ്റെ MDയുടെ കയ്യിൽ നിന്നും വാങ്ങി എന്നതാണ് ആരോപണം. അത് ഒരു വശത്ത് നിൽക്കുന്നു. ഭൂഷൺ സ്റ്റീലിൻ്റെ വില ഇടിഞ്ഞ് 140 രൂപയിലേക്ക് പോയിരിക്കുന്നത്. രണ്ടാമത്തെ കമ്പനി MCX ആണ്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. നമുക്കറിയാം അതിനൊരു വലിയ സ്കാം എല്ലാം കഴിഞ്ഞ്
ഇപ്പോൾ വളരെ മികച്ച മാനേജ്മെന്റിന്റെ MD-യും അകത്താണ്. അതാണ് എന്ത് തന്നെയായാലും MCXന്റെ അകത്ത് കോട്ടക് മഹീന്ദ്ര, രാകേഷ് ജുൻജുൻവാല തുടങ്ങിയ ഈ മേഖലയിൽ വളരെ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവർ വാങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കോട്ടക് മഹീന്ദ്രയുടെ കയ്യിലേക്ക് ഇതിന്റെ മാനേജ്മെന്റ് സാരഥ്യം പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. മാത്രമല്ല അതിന്റെ ഫിനാൻഷ്യൽ ടെക്നോളജീസിന്റെ ഇനി വിൽക്കാനുള്ള MCXന്റെ വിൽക്കാനുള്ള 5% സ്റ്റേക്ക് വാങ്ങാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്മോഡിറ്റി എക്സ്ചേഞ്ചായ ചിക്കാഗോ മെർക്കന്റൈൽ എക്സ്ചേഞ്ച് CME തയ്യാറാവുന്നു. മൂന്നാമത്തെ ഓഹരി താങ്കൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സ്. വളരെ മികച്ച പ്രവർത്തന ഫലം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സെയിൽസ്, യൂറോപ്പിൽ വന്നിരിക്കുന്ന സെയിൽസും വളരെ ബെറ്ററാണ്. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്. ഇപ്പോഴും ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഭൂഷൺ സ്റ്റീലിനെ സംബന്ധിച്ചും ഈ MCX ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയൊരു സ്റ്റോക്കായിരുന്നു. ദെൻ അതിന് ശക്തമായിട്ടുള്ള ചില നടപടികളെടുത്തു. അത് വളരെ ഷാർപ്പായിട്ട് തിരിച്ചു വന്നു. വളരെ നല്ല മാനേജ്മെൻറ്റ് കൈകളിലേക്ക് പോകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി വളരെയധികം സ്പേസ് ഉണ്ട് MCXനെ സംബന്ധിച്ച് ഇനി അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഭൂഷൺ സ്റ്റീലിനെ സംബന്ധിച്ച് അദ്ദേഹം 74% സ്റ്റേക്കും പ്ലഡ്ജ് ചെയ്തിരിക്കുകയായിരുന്നു. 72% അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ 74 ആയി? അങ്ങനെ വലിയൊരു ഹ്യൂജ് ഡെറ്റുള്ള ഒരു കമ്പനിയാണ്. അതേ സംബന്ധിച്ച് കമ്പനി നമ്മൾക്കറിയാം ഒരു 1 month ബാക്ക് വളരെ ഇൻവെസ്റ്റേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു. പല ബ്രോക്കിംഗ് ഹൗസസിനും പൈസ നഷ്ടപ്പെട്ടു, കാരണം മാർജിൻ ഫൈനാൻസ് കൊടുത്തിട്ട് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ. അപ്പോൾ വലിയൊരു ഹ്യൂജ് സെൽ ഓഫ് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഡിസ്കഷൻസ് നടക്കുന്നു അതിനെ റിവൈവ് ചെയ്തെടുക്കാനായിട്ട്. വളരെ നല്ലൊരു ബിസിനസ്, സ്റ്റീൽ സെക്ടറിൽ തന്നെ വളരെ നല്ലൊരു ബിസിനസ് മോഡലാണ്. അപ്പോൾ ഈ ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. കാരണം ഈ പൈസ പോയി എന്ന് വിചാരിച്ച് ഭൂഷൺ സ്റ്റീലിൽ അടുത്ത ഡൗണോടുകൂടി അറൌണ്ട് 120-100 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ ഒരു റിസ്ക് എടുത്ത ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോട്ടറി എടുക്കുമ്പോൾ ആ പൈസ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുപോലെ ഒരു റിസ്ക് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. പക്ഷേ റിവൈവ് ചെയ്ത് വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. എല്ലാവരും കൂടി ഒരു ഡിസിഷൻ എടുക്കും. MCXും FTയും പോലെ ഒരു ഡിസിഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭൂഷൺ സ്റ്റീൽ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ടാറ്റ മോട്ടോഴ്സ് ഒരുപക്ഷെ നമ്മുടെ നിക്ഷേപകർക്ക് നല്ല സമ്പത്ത് സൃഷ്ടിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സെസ്റ്റ് കേരള വിപണിയിലും കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. വളരെ മികച്ച പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം MCXന്റെ കാര്യത്തിൽ അതിന്റെ ഡൗൺ സൈഡ് എല്ലാം തീർന്നു. MCXന് എനിക്ക് ഡൗൺ സൈഡ് റിസ്ക് ആ സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. അപ്പർ സൈഡ് അൺലിമിറ്റഡ് ആണ്. കാരണം പുതിയ മാനേജ്മെന്റിന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഈ സ്റ്റോക്ക് വളരെയധികം സ്കോപ്പുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് കൂടുതൽ അപ്പർ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ കുറവാണ് സനൽ. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ടാറ്റ മോട്ടോഴ്സ് ഡൊമസ്റ്റിക് സെയിൽസും ഡൊമസ്റ്റിക്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇല്ലായ്മയാണ് ഇന്ന് കമ്പനി ഫേസ് ചെയ്യുന്ന പ്രശ്നം. പുതിയ കാറ് വരുന്നതോടുകൂടി അതിൻ്റെ ഒരു മാറ്റം, അതിൽ പുതിയ SUV വരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു ടെക്നോളജി ചേഞ്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നാനോയും സൂപ്പർ മോഡൽ ആക്കാൻ പോകുന്ന ടോട്ടൽ ഒരു റീസ്ട്രക്ചറിങ് എനിക്ക് തോന്നുന്നു ടാറ്റ ഗ്രൂപ്പ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ട്രക്കൊക്കെ ആണെങ്കിലും മറ്റ് കമ്പനി മഹീന്ദ്രയും ഭാരത് ബെൻസൊക്കെ ആ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നവർ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ മോഡലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വളരെയധികം അപ്പർ സൈഡിലേക്ക് പോകാൻ സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഈ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഒരു ചേഞ്ച് ടാറ്റ കൊണ്ടുവരികയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ഒരു ഗ്ലോബൽ കമ്പനിയാണ്. പോകാനുള്ള സ്പേസ് ടാറ്റ മോട്ടോഴ്സിനുണ്ട്. ഇപ്പോഴും IT മേഖലയിലെ മാന്ദ്യം ഇന്ത്യയെ സംബന്ധിച്ച് ഏകദേശം തീർന്നു. വാഹന മേഖലയിലെ മാന്ദ്യം ഏകദേശം തീർന്നു. മാരുതി വളരെ മികച്ച സെയിൽസ് ഫിഗേഴ്സ് തരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഓട്ടോ ആൻസിലറി മേഖല, പ്രത്യേകിച്ചും നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫോർജിംഗ് കമ്പനിയായ ഭാരത് ഫോർജ്, ബാബ ആൻഡ് കല്യാണിയുടെ കമ്പനി, വാപ്കോ ബെൽജിയത്തിൽ നിന്നുള്ള, അത് മോണോപ്പൊളിയാണ് അവരുടെ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, വെന്റ് അതൊരു മൾട്ടിനാഷണൽ കമ്പനി. ഇത്തരം കമ്പനികൾ അധികം നോയ്സ് ഉണ്ടാക്കാതെ മാറി നിൽപ്പുണ്ട്. അല്ലല്ല, ഇതിന് ഈ ഓട്ടോമൊബൈൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യും. തീർച്ചയായും ഈ അസസറി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ഹ്യൂജ് ഓർഡേഴ്സ് വരാനുള്ള സാധ്യത. ഈ കമ്പനികളും ലൈം ലൈറ്റിലേക്ക് വരും. ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കാരണം എനിക്കൊന്ന് കുറച്ചുകൂടെ സമയമെടുക്കും. കാരണം ഒരു ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ട്രക്ക്, ഓട്ടോമൊബൈൽ ആ സെഗ്മെന്റിലാണ്. അപ്പോൾ അടുത്തൊരു 6 മാസത്തിനുള്ളിൽ ഈ ഒരു സെക്ടറിലൊക്കെ തന്നെ വലിയ ചേഞ്ചസ് വരാനുള്ള ആൻസിലറി മേഖലയിൽ ഏത് ഓഹരികളൊക്കെ ആയിരിക്കും താങ്കൾ സജസ്റ്റ് ചെയ്യുക? ഇതിൽ നമുക്ക് 3 കമ്പനികൾ, അതിലൊന്ന് വാപ്കോ ആൻഡ് ABS ബ്രേക്കിംഗ് സിസ്റ്റം കമ്പൽസറി ആകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഭാരത് ഫോർജ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ തന്നെ ഒരു ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. ദെൻ വെന്റ്, അതുപോലെ ഈ ഭാരത് ഫോർജ്, ഈ 3 സ്റ്റോക്കും ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ കറന്റ് വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ്. അടുത്തൊരു ചെറിയ കറക്ഷൻ സ്റ്റോക്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഓട്ടോമൊബൈൽ സെയിൽസ് ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ ഇതിന്റെ എല്ലാ അസസറീസും
തീർച്ചയായിട്ടും വളരെയധികം സ്കോപ്പുള്ളൊരു സെഗ്മെൻ്റാണ് ഇവരുടെ. പിന്നെ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. തീർച്ചയായിട്ടും അടുത്തൊരു ചെറിയ കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. നമ്മൾ ഓട്ടോമൊബൈൽ സെക്ടർ പോലെ തന്നെ സ്കോപ്പുള്ളൊരു സെഗ്മെൻറ്റ് തന്നെയാണ് ഇത്. ഓട്ടോ ഘടകങ്ങൾ. അതെ, പ്രത്യേകിച്ചും ബോഷിന്റെ വിലയ്ക്ക് ഇപ്പോൾ 13,000 ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ബോഷൊക്കെ മൂവ് ചെയ്തു. 2 വർഷം മുമ്പ് വരെ 1000-1500 രൂപ ലെവലിൽ കിടന്നു. 15 ടൈംസ് ആണ് അതൊക്കെ റിട്ടേൺ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സാജു രാജേന്ദ്ര പ്രസാദിന്റെ ചോദ്യം, അദ്ദേഹത്തിന് 2 ഫാർമ മേഖലയിൽ നിന്നുള്ള കമ്പനികളാണ്. ഒന്ന് ഇപ്ക ലാബ്സ് എനിക്ക് തോന്നുന്നു USFDA അവരുടെ ആർലം പ്ലാന്റിൽ എന്തോ പ്രശ്നങ്ങൾ കണ്ടെത്തി, അതിനുശേഷം ആ ഓഹരി ഇത്തിരി താഴെ വന്നിരുന്നു. വീനസ് റെമഡീസ് 2 ഓഹരികൾ. ഇത് ഇപ്ക ലാബ് ഇപ്പോൾ ഒരു ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 690, 668 2 സപ്പോർട്ട് ലെവലാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 761 ആണ് സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. FDAയുടെ ന്യൂസ് ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ആ സ്റ്റോക്കിൽ സംഭവിച്ചു. ഇപ്പോൾ ഒരു ഫെയർ വാല്യൂലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അടുത്ത കറക്ഷനോടുകൂടി ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ വീനസ് റെമഡീസ് ഫണ്ടമെന്റലി സൗണ്ട് ആണ്, ഡിസ്കൗണ്ട് വാല്യൂവിലാണ്. ലാസ്റ്റ് റിസൾട്ട് മോശമായിരുന്നു, അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നത്. 218 and 190 2 സപ്പോർട്ട് ലെവലാണ്. 266 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ട് റൺ സൺ ഫാർമ, ഫൈസർ പോലെയുള്ള ഡോക്ടർ റെഡ്ഡീസ്, അങ്ങനെ നല്ല സ്റ്റോക്കുകൾ ഫാർമ സെക്ടറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്റ്റോക്കിൽ കൂടെ കുറച്ചുകൂടെ എക്സ്പോഷർ എടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കാരണം ഇപ്പോൾ IT-യും ഫാർമ സെക്ടറാണ് കുറച്ചും കൂടെ ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ തന്നെ ചെറിയ കറക്ഷൻസ് വരുമ്പോൾ IT-യിൽ അതുപോലെ തന്നെ ഫാർമ സെക്ടറിൽ എക്സ്പോഷർ നല്ലതാണ്. അതിൽ ഡോക്ടർ റെഡ്ഡീസ്, ഫൈസർ പോലെയുള്ള അരബിന്ദോ ഫാർമ പോലെയുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഡൗൺ സൈഡ് റിസ്ക് ഇപ്പോൾ ഓഹരി വിപണിക്ക് കുറവാണ്. പൊതുവേ അത് അങ്ങനെ തന്നെയാണ് അംഗീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഒരു സ്റ്റേബിൾ ഫൂട്ടിങ്ങിലാണ് എന്ന തരത്തിൽ. പക്ഷേ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഓൾ ഓൺ എ സഡൻ കുറച്ച് പേരെങ്കിലും ഒരു കളക്റ്റീവായിട്ട് അവർ വന്ന് വിറ്റുപോയാൽ, ഒരു ഒറ്റയടിക്ക് 1000 പോയിന്റ് 1500 പോയിന്റ് സെൻസെക്സും നിഫ്റ്റിയും താഴെ പോയാൽ, അങ്ങനെ വന്ന ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ പലപ്പോഴും പറയുന്ന പോലെ പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് എ തിങ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് ആപ്ലിക്കബിൾ ആണോ? ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ റിട്ടേൺ നൽകുന്നത്. റിസ്ക് എപ്പോഴും ഉണ്ട്. റിസ്ക് കൂടുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺ കൂടുന്നത്. ഇവിടെ 1500 പോയിന്റ്സ് നിഫ്റ്റിയിൽ ഡ്രോപ്പ് വന്നാലും നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ റിക്കവറി. FISന്റെ വലിയൊരു സെല്ലിംഗ് വരാം. അവരും ഒരു പരിധിവരെ ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂജ് സെൽ ഓഫ് അവരുടെ എൻഡിൽ നിന്ന് വരികയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല ഇന്ത്യയിൽ, അല്ലെങ്കിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. മാർക്കറ്റിൽ ചിലപ്പോൾ 1500 പോയിന്റ്സിന്റെ ഡ്രോപ്പ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു 10 lakhs അതിൻ്റെ അലോക്കേഷനാണ്. അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജനറലി വൺ സൈഡ് മാർക്കറ്റ് 1500 പോയിന്റിലേക്ക് മൂവ് ചെയ്യില്ല. അങ്ങനെ ഒരു ചരിത്രമേ ഉണ്ടായിട്ടില്ല. ഒരു കറക്ഷൻ വന്നാലും റിക്കവറി സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറാനും പറ്റും. ഏത് സെൽ ഓഫ് മാർക്കറ്റിലും അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്ലോബലി വലിയൊരു ക്രൈസിസ് വന്നാലും അത് കൂടുതൽ ഇന്ത്യയിലേക്ക് ഫണ്ട് വരാനുള്ളൊരു സാധ്യതയാണ് കൂടുതൽ ഇന്ന് നിലനിൽക്കുന്നത്. കാരണം സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ്. 2008-9 കാലഘട്ടങ്ങളിൽ ഗ്ലോബൽ ക്രൈസിസ് വന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമി വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വളരെയധികം ഫ്ലോ 2010 കൂടി തിരിച്ചു വരാനുള്ള വളരെയധികം ഫണ്ട് തിരിച്ചു വരുന്ന നമ്മൾ കണ്ടു. അത് സേഫ് ആയിട്ടുള്ളൊരു കൺട്രി എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ വന്നു. ദെൻ 2G സ്പെക്ട്രം വന്നു, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മോശമായി, FISന്റെ വിഡ്രോവൽ വന്നു. ഗ്ലോബൽ സിറ്റുവേഷൻ എല്ലാം നല്ല ഷേപ്പിൽ വന്നപ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻ ഏറ്റവും മോശം ഷേപ്പിലേക്ക് പോയി. അതാണ് നമുക്ക് സംഭവിച്ചത്. അതിൽ നിന്നും വലിയൊരു റിക്കവറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം വളരെ മെജോറിറ്റിയുള്ളൊരു ഗവൺമെൻറ് ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. അതാണ് ഇന്ത്യയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സനൽ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലോബലി എന്തെങ്കിലും പ്രശ്നം വന്ന് മാർക്കറ്റിൽ ഒരു 1500 പോയിന്റ്സിന്റെ ഡ്രോപ്പ് വന്നാൽ പോലും ഇൻവെസ്റ്റേഴ്സ് ഒന്നും പേടിക്കേണ്ട. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം ആഗോള സാമ്പത്തിക മാന്ദ്യം 2008 കാലഘട്ടത്തിൽ വന്നപ്പോൾ അത് ഓൾമോസ്റ്റ് നിയർലി പ്രെഡിക്റ്റ് ചെയ്ത ഒരാൾ ഇന്ത്യക്കാരനായ ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണറായ രഘുറാം രാജനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ്, ഗ്ലോബൽ ഇക്കോണമി ഒരു ക്രാഷ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്.
അത് ഇന്ത്യ അപ്പോൾ ഇൻസുലാറായിട്ട് ഇന്ത്യക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ സിസ്റ്റംസ് എല്ലാം കൊള്ളാം, നല്ല കാര്യം, സമ്പദ്ഘടന ശക്തമാണ്, എല്ലാം ഓക്കെ. പക്ഷേ ഈ ഗ്ലോബലി അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങൾ, കടം കൊടുത്ത പണം തിരികെ കിട്ടുന്നില്ല പലർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെറ്റായ ഒരു രീതിയിലാണ് മുൻനിര രാജ്യങ്ങൾ പലതും അവരുടെ സമ്പദ്ഘടനയെ മേച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു അപകടം, അങ്ങനെ ഒരു ഗ്ലോബൽ ക്രാഷിന്റെ റിസ്ക് ഇത് നേരത്തെ കൃത്യമായി പ്രവചിച്ച ഒരാൾ പറയുമ്പോൾ നമ്മളൊരു ഗാർഡ് എടുക്കണ്ടേ എന്നതാണ് ചോദ്യം. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷൻ ബെറ്റർ ആണ്, ഇന്ത്യൻ കമ്പനികൾ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു ക്രാഷ് ഇന്ത്യയിൽ സംഭവിച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല സ്റ്റോക്ക് കയ്യിലേക്ക് വരുന്നു. അത് തന്നെ, അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സംഭവിക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ലോകത്തിൽ സംഭവിച്ചോട്ടെ, നമ്മൾ മേടിക്കുന്ന സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അങ്ങനെ അതിനെ കാണുക. ഈ സെൽ ഓഫ് എത്ര ഷാർപ്പാണെങ്കിലും ഞാൻ പറയുന്നു അതിലും ഷാർപ്പായിട്ട് റിക്കവറി സംഭവിക്കും. അതിന്റെ പ്രധാന റീസൺ ഇന്ന് ഇന്ത്യയിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത്, കാരണം ഗ്ലോബൽ ക്രൈസിസ് വന്നാൽ ഇന്ത്യയിൽ വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റും അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്തും സംഭവിച്ചാൽ കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്കും ഇന്ത്യൻ കമ്പനിയിലേക്കും വരാനുള്ള സാധ്യതയാണ്. ഈ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് സനലെ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ആയിട്ട് നമ്മൾ കാണരുത്. ബാലൻസ് ഫണ്ട് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതും 2 or 3 സ്റ്റേജ് പാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റർക്ക് ഒരു കാരണവശാലും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ 30 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം അത് തന്നെയാണ് കാണിക്കുന്നത്. ഫ്രണ്ട് റണ്ണിലുള്ള നല്ല കമ്പനികളിലൊന്നും എത്ര ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നാലും, ഇപ്പോൾ മാരുതി എടുക്കൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കൂ, L&T, ഏത് സ്റ്റോക്ക് എടുക്കൂ, അതിലും ശക്തമായിട്ട് ഈ സെൽ ഓഫിലൊക്കെ ഈ സ്റ്റോക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും ഷാർപ്പായിട്ട് ഈ സ്റ്റോക്കൊക്കെ റിക്കവറിയും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റർ ഒരു കാരണവശാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഡൗൺ സൈഡ് റിസ്ക് വളരെ 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 കുറവാണ്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. വിപണിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ വളരെ ശക്തമായി തന്നെ നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ RBI ഗവർണർ തന്നെ ഗ്ലോബലി ഒരു ക്രാഷ് ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ ഒരു പാർട്ടിയെ സ്പോയിൽ ചെയ്യുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കടം കുറഞ്ഞ അല്ലെങ്കിൽ കടമില്ലാത്ത മികച്ച ഫ്രണ്ട് റൺ കമ്പനികളിൽ തന്നെ ആവട്ടെ നിക്ഷേപങ്ങളുടെ ഊന്നൽ. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻനിര കമ്പനികൾ, സൺഫാർമ, L&T, SBI, ICC ബാങ്ക്, HDFC തുടങ്ങിയ മുൻനിര കമ്പനികൾ, കടമില്ലാത്ത കമ്പനികൾ എന്നത് ഒന്നുകൂടി അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു. ഇത്തരം കമ്പനികളിലാവണം നിക്ഷേപം. അങ്ങനെ പോയാൽ വലിയ പരിക്കുകൾ ഏൽക്കാതെ മികച്ച റിട്ടേണുകൾ അടുത്ത അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ നിക്ഷേപകന് ലഭിക്കുകയും ചെയ്യും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.